ഹായ് ഫ്രണ്ട്സ്, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഒന്നാമൻ മോഹൻലാലോ മമ്മൂട്ടിയോ 24 വർഷത്തെ കണക്കുകൾ എങ്ങനെ? ബോക്സ് ഓഫീസിൽ ടോവിനോയുടെയും പൃഥ്വിരാജിൻ്റെ സ്ഥാനം എവിടെ? പണക്കിലുക്കത്തിലാണ് ഇന്ന് ഇന്ത്യൻ ഭാഷയിലെ സിനിമകളുടെയും വിജയങ്ങൾ നിർണ്ണയിക്കുന്നത്. ഇന്ന് 1000 കോടി പ്രതീക്ഷകൾ സിനിമാ പ്രവർത്തകരുടെ അത്യാഗ്രഹമല്ലാതെയിരിക്കുന്നു. അത്രയെങ്കിലെങ്കിലും ബോളിവുഡ് സിനിമയും ഇന്നും മലയാളികൾ കോടികൾ കണക്കെടുപ്പിൽ ഇടം നേടിയിട്ടുണ്ട്. മലയാളത്തെ 24 വർഷത്തെ ഗ്രോസ് കളക്ഷൻ പരിശോധിക്കുകയാണ് ഇപ്പോൾ ഇവിടെ. ആരൊക്കെയാണ് മുന്നിൽ എന്ന് അറിയാൻ സിനിമാ ആസ്വാദകർക്ക് കൗതുകമുള്ളതായിരിക്കും. കേരളത്തിൽ 2000 തൊട്ടിങ്ങോട്ട് ഏതൊക്കെ ചിത്രങ്ങളാണ് ഒന്നാമതെത്തിയത് എന്നാണ് ഓരോ വർഷവും മലയാളത്തിലെ ഗ്രോസ് കളക്ഷൻ കണക്കുകൾ അടിസ്ഥാനത്തിൽ ഇവിടെ പരിശോധിക്കുന്നത്. വർഷങ്ങളുടെ അടിസ്ഥാനത്തിൽ കളക്ഷൻ ഏത് തരത്തിലാണ് മുന്നിൽ എന്നതാണ് നിലവിൽ പരിശോധിക്കുന്നത്. 2000-ൽ മോഹൻലാൽ നായകനായ നരസിംഹമാണ് കളക്ഷൻ ഗ്രോസ് അടിസ്ഥാനത്തിൽ മുന്നിലെത്തിയ മലയാള സിനിമ. നരസിംഹം നേടിയത് 21 കോടിയാണ്. 2001-ലും മോഹൻലാൽ തന്നെയായിരുന്നു മുന്നിൽ. മോഹൻലാലിൻ്റെ രാവണപ്രഭു 17 കോടിയുമായി കളക്ഷനിൽ ഒന്നാമതെത്തി. ദിലീപ് നായകനായ മീശമാധവൻ എന്ന ചിത്രം മൂന്നാം സ്ഥാനത്ത് 2003-ലെത്തിയപ്പോൾ കളക്ഷനിൽ 19 കോടിയായിരുന്നു. 2003-ലും മോഹൻലാൽ ഒന്നാമതെത്തി. ബാലേട്ടൻ നേടിയത് 14 കോടിയായിരുന്നു. 21-ാം നൂറ്റാണ്ടിലെ മമ്മൂട്ടിയുടെ കളക്ഷൻ ആദ്യമായി ഒന്നാമതെത്തിയത് 2004-ലാണ്. സേതുരാമയ്യ 14 കോടി കളക്ഷൻ നേടിയപ്പോൾ മമ്മൂട്ടി ഒന്നാമതെത്തിയത്. തൊട്ടുപിന്നാലെ മമ്മൂട്ടി 2005-ലും ഒന്നാമതെത്തി. മമ്മൂട്ടിയുടെ രാജമാണിക്യം നേടിയത് 25 കോടി കളക്ഷൻ എന്ന അക്കാലത്തെ വൻ റെക്കോർഡായിരുന്നു. ക്ലാസ്മേറ്റ്സ് ആയിരുന്നു 2006-ൽ മുന്നിലെത്തിയത്. പൃഥ്വിരാജ് അടക്കമുള്ള പ്രധാന വേഷത്തിലെത്തിയ 24 കോടിയാണ് ക്ലാസ്മേറ്റ്സ് നേടിയത്. 2007-ൽ മമ്മൂട്ടിയുടെ മായാവി 15 കോടി രൂപ നേടി ഒന്നാമതെത്തി. മലയാളത്തിലെ ഒട്ടുമിക്ക പ്രധാന താരങ്ങളും ഭാഗമായി 2020 ആയിരുന്നു 2008-ൽ ഒന്നാമത്. 2020 33 കോടിയായിരുന്നു കളക്ഷൻ നേടിയത്. 2009-ലും 2010-ലും മമ്മൂട്ടി തന്നെയായിരുന്നു കളക്ഷനിൽ മുന്നിൽ. പഴശ്ശിരാജ 2009-ൽ 15 കോടി കളക്ഷൻ നേടി. മമ്മൂട്ടിയുടെ പോക്കിരിരാജയാണ് 16.5 കോടി രൂപയായി നേടിയത്. മോഹൻലാൽ, സുരേഷ് ഗോപി, ദിലീപ് ചിത്രമായ ക്രിസ്ത്യൻ ബ്രദേഴ്സ് 2011 ഒന്നാമത്. ക്രിസ്ത്യൻ ബ്രദേഴ്സ് 28 കോടിയായിരുന്നു കളക്ഷൻ നേടിയത്. 2012-ൽ മായാമോഹിനിയുടെ ദിലീപായിരുന്നു മുന്നിൽ. മായാമോഹിനി ദിലീപ് നേടിയത് 22 കോടിയായിരുന്നു. 2013-ൽ മോഹൻലാൽ മറ്റൊരു റെക്കോർഡ് കളക്ഷനായി മുന്നിലെത്തി. മോഹൻലാൽ ദൃശ്യത്തിന് 75 കോടിയായിരുന്നു കിട്ടിയത്. ദുൽഖർ, നിവിൻ പോളി, ഫഹദ് ഫാസിൽ ബാംഗ്ലൂർ ഡേയ്സ് 2014-ൽ മുന്നിലെത്തി. ബാംഗ്ലൂർ ഡേയ്സ് നേടിയത് 45 കോടിയായിരുന്നു. 2015 നിവിൻ പോളി തന്നെയായിരുന്നു മുന്നിൽ. സർപ്രൈസ് ഹിറ്റായ പ്രേമം 60 കോടി കളക്ഷൻ നേടിയത്. പുലിമുരുകനെ മലയാളികൾക്ക് 100 കോടി ക്ലബ്ബിൽ ആദ്യമായി എത്തിക്കൊടുത്തിയ 2016-ൽ മോഹൻലാലാണ് മുന്നിലെത്തിയത്. പുലിമുരുകൻ നേടിയത് 152 കോടിയായിരുന്നു. ദിലീപായിരുന്നു 2017-ൽ മുന്നിൽ. രാംലീല നേടിയത് 50 കോടി. നിവിൻ പോളി നായകനായി വേഷമിട്ട കായംകുളം കൊച്ചുണ്ണിയിൽ മോഹൻലാലിൻ്റെ എക്സൈറ്റ് ക്യാമോ എത്തിയപ്പോൾ 72 കോടി രൂപയിൽ ആ വർഷം ഒന്നാമതെത്തി. 2019 വീണ്ടും മോഹൻലാലിൻ്റെ 100 കോടി ക്ലബ്ബ്. മോഹൻലാലിൻ്റെ ലൂസിഫർ 127 കോടി കളക്ഷൻ നേടിയ ഒന്നാമതെത്തിയത്. അഞ്ചാം പാതിരയായിരുന്നു 2022 ഒന്നാമത്. അഞ്ചാം പാതിരയ്ക്ക് 50 കോടി കളക്ഷൻ നേടിയപ്പോൾ പ്രധാന വേഷത്തിൽ കുഞ്ചാക്കോ ബോബനായിരുന്നു. ദുൽഖറിൻ്റെ കുറിപ്പ് 2021-ൽ 81 കോടി നേടി ഒന്നാമതെത്തി. 2023-ൽ 2018 200 കോടി കളക്ഷനുമായി ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നു. 2023 ടൊവിനോയുടെ മൾട്ടിസ്റ്റാർ ചിത്രമായ 2018 ആകെ നേടിയത് 171 കോടിയായി ഒന്നാമതുണ്ട്. 2024 മഞ്ഞുമൽ ബോയ്സ് 241 കോടി രൂപയോടെ ഒന്നാമതുണ്ട്. വർഷങ്ങളുടെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുമ്പോൾ കൂടുതൽ ചിത്രങ്ങളും 21-ാം നൂറ്റാണ്ടിൽ ഒന്നാമതെത്തിയത് മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയാണ്. മോഹൻലാൽ ഒന്നാമതെത്തിയ വർഷം 2000, 2001, 2003, 2013, 2016, 2019 വർഷങ്ങളിലാണ്. 2020 കുറച്ച് ചിത്രങ്ങൾ എന്നാൽ മമ്മൂട്ടി 2004, 2005, 2007, 2009, 2010, 2022 വർഷങ്ങളിൽ ഒന്നാമതെത്തി. മമ്മൂട്ടി, മോഹൻലാലും 6 വീതം വർഷങ്ങളിൽ ഒന്നാമതെത്തിയിരുന്നു.